അധ്യായം 37 സൂറത്ത് സ്വാഫാത്ത്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 182. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വസ്സാഫാത്തി സ്വഫാ. അണികെട്ടി നിരന്നു നിൽക്കുന്നവ തന്നെയാണ് സത്യം. ഫസ്സാജിറാത്തി സജ്റാ. പിന്നെ ശക്തിയായി തടയുന്നവയും ഫത്താലിയാത്തി ദിക്റാ. കീർത്തനങ്ങൾ നടത്തുന്നവയും തന്നെയാണ് സത്യം. ഇന്ന ഇലാഹകും ലവാഹിദ്. തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏകൻ തന്നെയാണ്. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്. അവൻ ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും നാഥനാണ്. ഉദയാസ്തമനങ്ങളുടെ നാഥനുമാണവൻ. ഇന്നാ സയ്യന്നസ് സമാഅദ് ദുനിയാ ബിസീനതിൽ കവാകിബ്. തീർച്ചയായും ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന അലങ്കാരം കൊണ്ട് നാം അലങ്കരിച്ചു. വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ്. ധിക്കാരികളായ എല്ലാ പിശാചുക്കളിൽ നിന്നും അതിനെ നാം സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ലാ യസ്മഊന ഇലൽ മലഇൽ അഅ്ലാ വയുഖദഫൂന മിൻ കുല്ലി ജാനിബ്. അതിനാൽ സമുന്നത സമൂഹത്തിലേക്ക് അവർ ചെവി കൊടുത്തു കേൾക്കുകയില്ല. നാനാഭാഗങ്ങളിൽ നിന്നും അവർ എറിയപ്പെടുന്നതാണ്. ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്. അവരെ തുരത്തിവിടാനായിട്ട് അവർക്ക് നിരന്തരമായ ശിക്ഷയുണ്ട്. ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. പക്ഷേ ആരെങ്കിലും ഒരു റാഞ്ചിയെടുത്താൽ തുളച്ചു ചെല്ലുന്ന തീജ്വാല അവരെ പിന്തുടരും. ഫസ്തഫ്തിഹിം അഹും അശദ്ദു ഖൽഖൻ അമ്മൻ ഖലഖനാ ഇന്നാ ഖലഖനാഹും മിൻ തീനിൽ ലാസിബ്. നബിയെ, താങ്കൾ അവരോട് അഭിപ്രായം ചോദിക്കുക. അവരാണോ സൃഷ്ടിക്കാൻ ഏറ്റവും പ്രയാസമുള്ളവർ, അതോ നാം സൃഷ്ടിച്ച ആകാശം മുതലായ മറ്റു സൃഷ്ടികളോ? തീർച്ചയായും ഒട്ടുന്ന കളിമണ്ണുകൊണ്ടാണ് അവരെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ബൽ അജിബ്ത വയസ്ഖറൂൻ. പക്ഷേ താങ്കൾ ആശ്ചര്യപ്പെടുന്നു, അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. വഇദാ ദുക്കിറൂ ലാ യസ്കുറൂൻ. അവർക്ക് ഉപദേശം നൽകപ്പെട്ടാൽ അവർ ഓർക്കുന്നില്ല. വഇദാ റഅൗ ആയതൻ യസ്തസ്ഖിറൂൻ. വല്ല ദൃഷ്ടാന്തവും കണ്ടാൽ അവർ പരിഹസിക്കുന്നു. വഖാലൂ ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. ഇത് വ്യക്തമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നുമല്ല എന്നവർ പറയുകയും ചെയ്യുന്നു. അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ. മരിച്ച് മണ്ണും എല്ലുകളുമായി തീർന്നാലും ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നവർ തന്നെയാകുമോ? അവ ആബാഉനൽ അവ്വലൂൻ. ഞങ്ങളുടെ പൂർവ്വപിതാക്കളും പുനർജീവിപ്പിക്കപ്പെടുമോ? ഇതാണ് അവരുടെ ചോദ്യം. ഖുൽ നഅം വഅൻതും ദാഖിറൂൻ. താങ്കൾ പറയുക, അതെ, അതുണ്ടാകും, നിങ്ങൾ നിന്ദ്യരുമായിരിക്കും. ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദത്തുൻ ഫഇദാ ഹും യൻദുറൂൻ. തീർച്ചയായും അത് ഒരൊറ്റ ശബ്ദമായിരിക്കും. അപ്പോഴതാ അവരെല്ലാം എഴുന്നേറ്റ് നോക്കുന്നു. വഖാലൂ യാ വൈലനാ ഹാദാ യൗമുദ്ദീൻ. അപ്പോൾ അവർ പറയും, അഹോ, ഞങ്ങളുടെ നാശം, ഇത് പ്രതിഫലം നൽകുന്ന ദിവസമാകുന്നു. ഹാദാ യൗമുൽ ഫസ്ലി അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്ന ആ തീരുമാനത്തിന്റെ ദിവസമാണിത് എന്ന് അവരോട് അപ്പോൾ പറയപ്പെടും. احشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم.
അക്രമം പ്രവർത്തിച്ചവരെയും അവരുടെ കൂട്ടുകാരെയും അള്ളാഹുവിനു പുറമെ അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് ജ്വലിക്കുന്ന നരകത്തിന്റെ പാതയിലേക്ക് അവരെ നയിക്കുക. وقفوهم إنهم مسؤولون. അവരെ ഒന്ന് നിർത്തുകയും ചെയ്യുക. തീർച്ചയായും അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരാകുന്നു. ما لكم لا تناصرون. അക്രമികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ അന്യോന്യം സഹായിക്കുന്നില്ലല്ലോ. بل هم اليوم مستسلمون. പക്ഷേ ഇന്നവർ ശരിക്കും കീഴടങ്ങിയവരാകുന്നു. وأقبل بعضهم على بعض يتساءلون. അവർ അന്യോന്യം ചോദ്യം ചെയ്യുന്നവരായി ചിലർ ചിലരുടെ നേരെ തിരിയും. قالوا إنكم كنتم تأتوننا عن اليمين. അവർ അനുയായികൾ നേതാക്കളോട് പറയും, തീർച്ചയായും നിങ്ങൾ സത്യത്തിലാണ് നിലകൊള്ളുന്നതെന്ന് സത്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. قالوا بل لم تكونوا مؤمنين. അവർ നേതാക്കൾ പറയും, അല്ല, നിങ്ങൾ സ്വമേധയാ സത്യവിശ്വാസികളാകാതിരുന്നതാണ്. وما كان لنا عليكم من سلطان بل كنتم قوما طاغين. ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല, പക്ഷേ നിങ്ങൾ അതിക്രമികളായ ഒരു ജനതയായിരുന്നു. فحق علينا قول ربنا إنا لذائقون. അങ്ങനെ നമ്മുടെ നാഥന്റെ വാക്ക് നമ്മുടെ മേൽ സത്യമായി പുലർന്നിരിക്കുന്നു. തീർച്ചയായും നാം ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെയാണ്. فأغويناكم إنا كنا غاوين. ഞങ്ങൾ നിങ്ങളെ ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ തന്നെ സ്വയം വഴിതെറ്റിയവരായിരുന്നു. فإنهم يومئذ في العذاب مشتركون. അവരെല്ലാവരും അന്ന് ശിക്ഷയിൽ പങ്കാളികളായിരിക്കും തീർച്ച. إنا كذلك نفعل بالمجرمين. തീർച്ചയായും കുറ്റവാളികളെ കൊണ്ട് അപ്രകാരമാണ് നാം ചെയ്യുക. إنهم كانوا إذا قيل لهم لا إله إلا الله يستكبرون. അള്ളാഹു ഒഴികെ ഒരു ആരാധ്യനും ഇല്ലെന്ന് അവരോട് പറയപ്പെട്ടാൽ തീർച്ചയായും അവർ അഹങ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. ويقولون أئنا لتاركو آلهتنا لشاعر مجنون. ഒരു ഭ്രാന്തൻ കവിക്ക് വേണ്ടി നമ്മുടെ ഇലാഹുകളെ നാം ഉപേക്ഷിക്കുന്നവരാകുമോ എന്നവർ ചോദിക്കുകയും ചെയ്തിരുന്നു. بل جاء بالحق وصدق المرسلين. പക്ഷേ അവർ പറയുന്നത് ശരിയല്ല. അദ്ദേഹം നബി സത്യം കൊണ്ടാണ് വന്നിരിക്കുന്നത്. മുർസലുകളെ അദ്ദേഹം ശരിവെക്കുകയും ചെയ്തിരുന്നു. إنكم لذائق العذاب الأليم. തീർച്ചയായും നിങ്ങൾ വേദനാജനകമായ ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെയാണ്. وما تجزون إلا ما كنتم تعملون. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല. إلا عباد الله المخلصين. അള്ളാഹുവിന്റെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിമകൾ അങ്ങനെയല്ല. أولئك لهم رزق معلوم. അവർക്ക് പ്രത്യേകതകൾ അറിയപ്പെട്ട ആഹാരമുണ്ട്. فواكه وهم مكرمون. അതായത് രുചികരങ്ങളായ പഴവർഗ്ഗങ്ങൾ. അവർ ആദരിക്കപ്പെടുന്നവരുമാണ്. في جنات النعيم. സൗഭാഗ്യത്തിന്റെ സ്വർഗങ്ങളിലാണവർ. على سرر متقابلين. ചില മുന്തിയ കട്ടിലുകളിലായും പരസ്പരം അഭിമുഖീകരിച്ചും കൊണ്ട്. يطاف عليهم بكأس من معين. ഒഴുകുന്ന മദ്യം നിറച്ച കോപ്പയുമായി അവർ ചുറ്റി നടക്കപ്പെടും. بيضاء لذة للشاربين. വെളുത്തതും കുടിക്കുന്നവർക്ക് രുചികരമായതുമായ മദ്യം. لا فيها غول
ولا هم عنها ينزفون അതിലൊട്ടും ഉദരവേദനയില്ല, അതിനാൽ അവർക്ക് ലഹരി ബാധിക്കുകയുമില്ല. وعندهم قاصرات الطرف عين അവരുടെ അടുത്ത് ദൃഷ്ടിയെ നിയന്ത്രിക്കുന്ന വിശാല നേത്രങ്ങളുള്ള തരുണികളുമുണ്ടായിരിക്കും. كأنهن بيض مكنون അവർ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകളെപ്പോലെയാകുന്നു. فأقبل بعضهم على بعض يتساءلون അങ്ങനെ അവർ വർത്തമാനം ചോദിക്കുന്നവരായി അന്യോന്യം അഭിമുഖീകരിക്കും. قال قائل منهم إني كان لي قرين അവരിൽ ഒരു വക്താവ് പറയും, എനിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. يقول أئنك لمن المصدقين അവൻ ചോദിക്കും, തീർച്ചയായും പുനരുത്ഥാനം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരിൽ പെട്ടവൻ തന്നെയാണോ നീ? أَإِذَا مِتْنَا وَكُنَّا تُرَابًا وَعِظَامًا أَإِنَّا لَمَدِينُونَ നാം മരിച്ചും മണ്ണും എല്ലുകളുമായി തീർന്നാൽ നാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നവരാകുമോ? قَالَ هَلْ أَنْتُمْ مُطَّلِعُونَ പിന്നെ അവൻ തന്റെ കൂട്ടുകാരോട് പറയും, നിങ്ങൾ അവനെ ഒന്ന് എത്തിനോക്കുന്നോ? فاطلع فرآه في سواء الجحيم എന്നിട്ട് അവൻ എത്തിനോക്കുകയും അവനെ നരകമധ്യത്തിൽ കാണുകയും ചെയ്യും. قال تالله إن كدت لتردين അന്നേരം അവൻ തന്റെ കൂട്ടുകാരനായിരുന്നവനോട് പറയും, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നീ എന്നെ നാശത്തിൽ പെടുത്തിയേക്കുക തന്നെ ചെയ്യുമായിരുന്നു. ولولا نعمة ربي لكنت من المحضرين എന്റെ നാഥന്റെ കാരുണ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ നരകത്തിൽ ഹാജരാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടുമായിരുന്നു. أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين നാം ആദ്യം മരിച്ചതല്ലാതെ ഇനി നാം മരണപ്പെട്ടു പോകുന്നവരാവുകയില്ലല്ലോ, നാം ശിക്ഷിക്കപ്പെടുന്നവരുമല്ല. إن هذا لهو الفوز العظيم തീർച്ചയായും ഇത് തന്നെയാണ് മഹത്തായ വിജയം. لمثل هذا فليعمل العاملون പ്രവർത്തിക്കുന്നവർ ഇത്തരം നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളട്ടെ. أذلك خير نزلا أم شجرة الزقوم അതാണോ ഉത്തമമായ സൽക്കാരം, അതോ സക്കൂം വൃക്ഷമോ? إنا جعلناها فتنة للظالمين നാം അതിനെ, ആ വൃക്ഷത്തെ, അക്രമികൾക്ക് ഒരു പരീക്ഷണം തന്നെയാക്കിയിരിക്കുന്നു. إنها شجرة تخرج في أصل الجحيم തീർച്ചയായും നരകത്തിന്റെ അടിയിൽ നിന്നും മുളച്ചു പൊങ്ങുന്ന ഒരു വൃക്ഷമാണത്. طلعها كأنه رؤوس الشياطين അതിന്റെ കുലപിശാചുക്കളുടെ തലകൾ പോലെയായിരിക്കും. فإنهم لآكلون منها فمالئون منها البطون എന്നാൽ അവർ അതിൽ നിന്ന് തിന്നുന്നവരും അങ്ങനെ അതിൽ നിന്ന് വയർ നിറക്കുന്നവരും തന്നെയായിരിക്കും തീർച്ച. ثم إن لهم عليها لشوبا من حميم പിന്നീട് തീർച്ചയായും അതിനു പുറമെ കുടിക്കാൻ ചൂടുള്ള വെള്ളത്തിന്റെ ഒരു കൂട്ടും അവർക്കുണ്ട്. ثم إن مرجعهم لإلى الجحيم അനന്തരം അവരുടെ മടക്കം നരകത്തിലേക്ക് തന്നെയാണ്. إنهم ألفوا آباءهم ضالين തീർച്ചയായും അവർ തങ്ങളുടെ പിതാക്കളെ പിഴച്ചവരായി കണ്ടു. فهم على آثارهم يهرعون എന്നിട്ടവർ അവരുടെ കാൽപ്പാടുകളിൽ കൂടി ഇരക്കിട്ട് ഓടുകയാണ് ചെയ്തത്. ولقد ضل قبلهم أكثر الأولين
പൂർവികരിൽ അധിക പേരും ഇവർക്ക് ഈ അറബികൾക്ക് മുമ്പ് വഴിതെറ്റിപ്പോവുക തന്നെ ചെയ്തിരുന്നു. وَلَقَدْ أَرْسَلْنَا فِيهِم مُنذِرِينَ അവരിൽ നാം താക്കീതുകാരെ, പ്രവാചകന്മാരെ തീർച്ചയായും അയച്ചിട്ടുണ്ട്. فَانظُرْ كَيْفَ كَانَ عَاقِبَةُ الْمُنذَرِينَ എന്നിട്ട് ആ താക്കീത് നൽകപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കുക. എല്ലാവരും ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. إِلَّا عِبَادَ اللَّهِ الْمُخْلَصِينَ അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ അടിമകൾ ഒഴികെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. وَلَقَدْ نَادَانَا نُوحٌ فَلَنِعْمَ الْمُجِيبُونَ തീർച്ചയായും നൂഹ് നബി അലൈഹിസ്സലാം നമ്മെ വിളിച്ചു. അപ്പോൾ ഉത്തരം ചെയ്തവർ വളരെ നല്ലവർ തന്നെ. وَنَجَّيْنَاهُ وَأَهْلَهُ مِنَ الْكَرْبِ الْعَظِيمِ നബിയെയും നബിയുടെ അനുയായികളെയും നാം വമ്പിച്ച വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. وَجَعَلْنَا ذُرِّيَّتَهُ هُمُ الْبَاقِينَ നബിയുടെ സന്തതികളെ തന്നെ നാം അവശേഷിക്കുന്നവരാക്കുകയും ചെയ്തു. وَتَرَكْنَا عَلَيْهِ فِي الْآخِرِينَ പിൻതലമുറകളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശംസ നാം നിലനിർത്തുകയും ചെയ്തു. سَلَامٌ عَلَى نُوحٍ فِي الْعَالَمِينَ ലോകരിൽ നൂഹ് അലൈഹിസ്സലാമിന് സലാം ഉണ്ടായിരിക്കും. إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ തീർച്ചയായും ഇത് പ്രകാരമാണ് സുഹൃതം ചെയ്തവർക്ക് നാം പ്രതിഫലം നൽകുന്നത്. إِنَّهُ مِنْ عِبَادِنَا الْمُؤْمِنِينَ നൂഹ് നബി സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആൾ തന്നെയാകുന്നു. ثُمَّ أَغْرَقْنَا الْآخَرِينَ പിന്നെ മറ്റുള്ളവരെ നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു. وَإِنَّ مِن شِيعَتِهِ لَإِبْرَاهِيمَ തീർച്ചയായും നൂഹ് അലൈഹിസ്സലാമിന്റെ കക്ഷിയിൽപ്പെട്ട ആൾ തന്നെയാണ് ഇബ്രാഹിം നബിയും. إِذْ جَاءَ رَبَّهُ بِقَلْبٍ سَلِيمٍ ശുദ്ധഹൃദയത്തോടെ നബി തന്റെ രക്ഷിതാവിൽ വന്ന സന്ദർഭം ഓർക്കുക. إِذْ قَالَ لِأَبِيهِ وَقَوْمِهِ مَاذَا تَعْبُدُونَ അതായത് നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് തന്റെ പിതാവിനോടും ജനതയോടും അദ്ദേഹം ചോദിച്ച സന്ദർഭം. أَئِفْكًا آلِهَةً دُونَ اللَّهِ تُرِيدُونَ കള്ളമായിക്കൊണ്ട് അള്ളാഹുവിന് പുറമെ ചില ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? فَمَا ظَنُّكُم بِرَبِّ الْعَالَمِينَ അപ്പോൾ ലോകരക്ഷിതാവിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്? فَنَظَرَ نَظْرَةً فِي النُّجُومِ അങ്ങനെ അദ്ദേഹം നക്ഷത്രങ്ങളിൽ ഒരു നോട്ടം നോക്കി. فَقَالَ إِنِّي سَقِيمٌ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ അസുഖമുള്ളവനാകുന്നു. فَتَوَلَّوْا عَنْهُ مُدْبِرِينَ അപ്പോഴവർ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞുപോയി. فَرَاغَ إِلَىٰ آلِهَتِهِمْ فَقَالَ أَلَا تَأْكُلُونَ എന്നിട്ട് അദ്ദേഹം അവരുടെ ആരാധ്യ വസ്തുക്കളുടെ അടുത്തേക്ക് ഒളിഞ്ഞു ചെന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ തിന്നുന്നില്ലേ? مَا لَكُمْ لَا تَنطِقُونَ നിങ്ങൾക്കെന്ത് പറ്റി? മിണ്ടുന്നില്ലല്ലോ. فَرَاغَ عَلَيْهِمْ ضَرْبًا بِالْيَمِينِ അങ്ങനെ അദ്ദേഹം ശക്തിയോടെ വെട്ടിക്കൊണ്ട് അവയുടെ നേരെ തിരിഞ്ഞു. فَأَقْبَلُوا إِلَيْهِ يَزِفُّونَ അപ്പോഴവർ അദ്ദേഹത്തിന്റെ നേരെ ധൃതിയിൽ ഓടിച്ചെന്നു. قَالَ أَتَعْبُدُونَ مَا تَنْحِتُونَ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്വയം ചെത്തിയുണ്ടാക്കിയ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുകയാണോ? وَاللَّهُ خَلَقَكُمْ وَمَا تَعْمَلُونَ നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തിയെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണല്ലോ. قَالُوا بَنُوا لَهُ بُنْيَانًا فَأَلْقُوهُ فِي الْجَحِيمِ അവർ പറഞ്ഞു, നിങ്ങൾ അവനു വേണ്ടി ഒരെടുപ്പ് നിർമ്മിക്കുക, എന്നിട്ട് അവനെ ജ്വലിക്കുന്ന അഗ്നിയിൽ ഇട്ടേക്കുക.
فأرادوا به كيدا فجعلناهم الأسفلين. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ നേരെ ഒരു കുതന്ത്രം ചെയ്യാൻ ഉദ്ദേശിച്ചു. എന്നാൽ നാം അവരെ ഏറ്റവും പരാജിതരാക്കി കളഞ്ഞു. وقال إني ذاهب إلى ربي سيهدين. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ എന്റെ റബ്ബിലേക്ക് പോകുകയാണ്, എന്നെ അവൻ നേർമാർഗത്തിലാക്കും. رب هب لي من الصالحين. എന്റെ റബ്ബേ, സൽവൃത്തരിൽപ്പെട്ട സന്താനങ്ങളെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. فبشرناه بغلام حليم. അപ്പോൾ സഹനശീലനായ ഒരാൺകുട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത അറിയിച്ചു. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. അങ്ങനെ ആ കുട്ടിക്ക് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള പ്രായമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കാണുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് നീ ചിന്തിച്ചു നോക്കൂ. കുട്ടി പറഞ്ഞു, എന്റെ പ്രിയ പിതാവേ, അവിടുത്തോട് കൽപ്പിക്കപ്പെടുന്നത് ചെയ്തുകൊള്ളുക. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ക്ഷമ കൈകൊള്ളുന്നവരിൽപ്പെട്ടവനായി അങ്ങനെ കാണുന്നതാണ്. فلما أسلما وتله للجبين. അങ്ങനെ രണ്ടുപേരും കൽപ്പനക്ക് കീഴടങ്ങുകയും അദ്ദേഹം കുട്ടിയെ ഒരു ചെന്നിപ്പുറത്തേക്ക് കിടത്തുകയും ചെയ്തപ്പോൾ സന്ദർഭം വിവരണാതീതമായിരുന്നു. وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين. നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഓ ഇബ്രാഹിം, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും സുഹൃതം ചെയ്യുന്നവർക്ക് ഇപ്രകാരം നാം പ്രതിഫലം നൽകുന്നതാണ്. إن هذا لهو البلاء المبين. തീർച്ചയായും ഇതൊരു വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയാണ്. وفديناه بذبح عظيم. മഹത്തായ ഒരു ബലിമൃഗത്തെ കൊണ്ട് മകന് പകരം നാം ദണ്ഡം കൊടുക്കുകയും ചെയ്തു. وتركنا عليه في الآخرين. പിൻതലമുറകളിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി നാം നിലനിർത്തുകയും ചെയ്തു. سلام على إبراهيم. ഇബ്രാഹിമിന്റെ മേൽ രക്ഷ ഉണ്ടായിരിക്കും. كذلك نجزي المحسنين. സുഹൃതം ചെയ്യുന്നവർക്ക് ഇപ്രകാരമാണ് നാം പ്രതിഫലം കൊടുക്കുക. إنه من عبادنا المؤمنين. ഇബ്രാഹിം സത്യവിശ്വാസികളായ നമ്മുടെ അടിമകളിൽപ്പെട്ട ആൾ തന്നെയാകുന്നു. وبشرناه بإسحاق نبيا من الصالحين. സൽവൃത്തരിൽപ്പെട്ട ഒരു പ്രവാചകനായിക്കൊണ്ട് ഇസ്ഹാക്കിനെ കുറിച്ച് അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത അറിയിച്ചു. وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين. അദ്ദേഹത്തിന്റെ മേലും ഇസ്ഹാക്കിന്റെ മേലും നാം ബർക്കത്ത് നൽകുകയും ചെയ്തു. ആ രണ്ടുപേരുടെയും സന്താനങ്ങളിൽ സൽവൃത്തരും സ്വന്തത്തോട് വ്യക്തമായി അതിക്രമം കാണിക്കുന്നവരുമുണ്ട്. ولقد مننا على موسى وهارون ونجيناهما وقومهما من الكرب العظيم. തീർച്ചയായും മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നാം അനുഗ്രഹം നൽകുകയും അവരിരുവരെയും അവരുടെ ജനതയെയും കഠിന ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ونصرناهم فكانوا هم الغالبين. അവരെ നാം സഹായിക്കുകയും അങ്ങനെ അവർ തന്നെ വിജയികളായി തീരുകയും ചെയ്തു. وآتيناهما الكتاب المستبين. കാര്യങ്ങൾ വ്യക്തമായി വിവരിക്കുന്ന ആ ഗ്രന്ഥം തൗറാത്ത് അവരിരുവർക്കും നാം നൽകുകയും
وهديناهما الصراط المستقيم അവർ രണ്ടുപേരെയും നാം ശരിയായ മാർഗത്തിലാക്കുകയും وتركنا عليهما في الآخرين പിൻതലമുറകളിൽ അവരെക്കുറിച്ചുള്ള പ്രശംസ നിലനിർത്തുകയും ചെയ്തു. سلام على موسى وهارون മൂസായുടെയും ഹാറൂന്റെയും മേൽ സലാം ഉണ്ട്. إنا كذلك نجزي المحسنين അപ്രകാരം സുഹൃതം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. إنهما من عبادنا المؤمنين തീർച്ചയായും അവർ രണ്ടുപേരും സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവരാകുന്നു. وإن إلياس لمن المرسلين തീർച്ചയായും ഇല്യാസും മുർസലുകളിൽപ്പെട്ട ആളാകുന്നു. إذ قال لقومه ألا تتقون അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? أتدعون بعلا وتذرون أحسن الخالقين നിങ്ങൾ ബഅലിനെ ആരാധിക്കുകയും ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനെ വിട്ടുകളയുകയുമാണോ? الله ربكم ورب آبائكم الأولين അതായത് നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ രക്ഷിതാവുമായ അള്ളാഹുവിനെ. فكذبوه فإنهم لمحضرون അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു കളഞ്ഞു. അതുകൊണ്ട് തീർച്ചയായും അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ്. إلا عباد الله المخلصين അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാർ ഒഴികെ. وتركنا عليه في الآخرين പിൻതലമുറകളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശംസ നാം നിലനിർത്തുകയും ചെയ്തു. سلام على الياسين ഇല്യാസിന് സലാം ഉണ്ട്. إنا كذلك نجزي المحسنين ഇപ്രകാരം സുഹൃതം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം കൊടുക്കുന്നതാണ് തീർച്ച. إنه من عبادنا المؤمنين തീർച്ചയായും ഇല്യാസ് നബി സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാണ്. وإن لوطا لمن المرسلين തീർച്ചയായും ലൂത്തും മുർസലുകളിൽപ്പെട്ട ആൾ തന്നെയാണ്. إذ نجيناه وأهله أجمعين അദ്ദേഹത്തെയും അനുയായികളെയും നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. إلا عجوزا في الغابرين പിന്തി നിന്നവരിൽപ്പെട്ട ഒരു വൃദ്ധസ്ത്രീയെ ഒഴികെ. ثم دمرنا الآخرين പിന്നീട് നാം മറ്റുള്ളവരെ നിശേഷം നശിപ്പിച്ചു കളഞ്ഞു. وإنكم لتمرون عليهم مصبحين തീർച്ചയായും നിങ്ങൾ പ്രഭാതവേളയിൽ അവരുടെ അടുത്തുകൂടി നടന്നു പോകാറുണ്ടല്ലോ. وبالليل أفلا تعقلون രാത്രിയും നടന്നു പോകാറുണ്ട്, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? وإن يونس لمن المرسلين തീർച്ചയായും യൂനുസും മുർസലുകളിൽപ്പെട്ട ആൾ തന്നെയാകുന്നു. إذ أبق إلى الفلك المشحون നിറക്കപ്പെട്ട കപ്പലിലേക്ക് നബി കൽപ്പനയില്ലാതെ ഓടിപ്പോയ സന്ദർഭം ഓർക്കുക. فساهم فكان من المدحضين എന്നിട്ട് അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു വിജയം പരീക്ഷിച്ചു. അപ്പോൾ പരാജിതരിൽപ്പെട്ടവനായി തീർന്നു. فالتقمه الحوت وهو مليم അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടവനായിരിക്കെ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവരിൽപ്പെട്ടവനായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെയും അതിന്റെ ഉദരത്തിൽ തന്നെ കഴിഞ്ഞുകൂടുമായിരുന്നു.
فنبذناه بالعراء وهو سقيم അങ്ങനെ ക്ഷീണിതനായ നിലയിൽ അദ്ദേഹത്തെ നാം കടൽ തീരത്തിട്ടു. وأنبتنا عليه شجرة من يقطين അദ്ദേഹത്തിന്റെ മീതെ ചുരക്കാവർഗത്തിൽപ്പെട്ട ഒരു ചെടി നാം മുളപ്പിക്കുകയും ചെയ്തു. وأرسلناه إلى 100,000 أو يزيدون 100,000 പരം വരുന്ന ആളുകളിലേക്ക് അദ്ദേഹത്തെ നാം അയക്കുകയും ചെയ്തു. فآمنوا فمتعناهم إلى حين അപ്പോഴവർ സത്യവിശ്വാസം സ്വീകരിച്ചു. അങ്ങനെ കുറെ കാലത്തേക്ക് അവർക്ക് നാം സുഖജീവിതം നൽകി. فاستفتهم ألربك البنات ولهم البنون നബി, താങ്കൾ അവരോട് അഭിപ്രായം ചോദിക്കുക. പെൺമക്കൾ താങ്കളുടെ രക്ഷിതാവിനും ആൺമക്കൾ അവർക്കുമാണോ? أم خلقنا الملائكة إناثا وهم شاهدون അതോ അവർ ദൃക്സാക്ഷികളായിക്കൊണ്ട് മലക്കുകളെ സ്ത്രീകളായി നാം സൃഷ്ടിച്ചുവോ? ألا إنهم من إفكهم ليقولون ولد الله وإنهم لكاذبون അറിയുക, അല്ലാഹു സന്താനോൽപാദനം നടത്തിയെന്ന് തീർച്ചയായും അവർ സ്വയം അളവ് കെട്ടി പറയുന്നു. അവർ വ്യാജം പറയുന്നവർ തന്നെയാണ് തീർച്ച. أصطفى البنات على البنين അവൻ ആൺമക്കളെക്കാൾ പെൺമക്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണോ? ما لكم كيف تحكمون ഹേ മുശ്രിക്കുകളെ, നിങ്ങൾക്കെന്ത് പറ്റി? എങ്ങനെയെല്ലാമാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? أفلا تذكرون അപ്പോൾ നിങ്ങൾ അല്പവും ചിന്തിക്കുന്നില്ലേ? أم لكم سلطان مبين അഥവാ വ്യക്തമായ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ? فأتوا بكتابكم إن كنتم صادقين എങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون അവർ അള്ളാഹുവിനും ജിന്നുകൾക്കുമിടയിൽ കുടുംബബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ജിന്നുകൾക്കറിയാം അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണെന്ന്. سبحان الله عما يصفون അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. إلا عباد الله المخلصين അള്ളാഹുവിന്റെ നിഷ്കളങ്ക ദാസന്മാർ ഒഴികെ അവർ ആ കൂട്ടരിൽ പെടുകയില്ല. فإنكم وما تعبدون എന്നാൽ തീർച്ചയായും നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും ഉണ്ടല്ലോ. ما أنتم عليه بفاتنين അള്ളാഹുവിനെതിരെ ആരെയും നിങ്ങൾ കുഴപ്പത്തിലാക്കുന്നവരല്ല. إلا من هو صال الجحيم നരകത്തിൽ കടക്കുന്നവനെയല്ലാതെ. وما منا إلا له مقام معلوم ഞങ്ങളിൽപ്പെട്ട ആർക്കും തന്നെ ഒരു നിശ്ചിത സ്ഥാനം ഇല്ലാതെയില്ല. وإنا لنحن الصافون وإنا لنحن المسبحون തീർച്ചയായും ഞങ്ങൾ തന്നെയാണ് അണികെട്ടി നിൽക്കുന്നവരും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവരും. وإن كانوا ليقولون തീർച്ചയായും അവർ പറയുമായിരുന്നു, لو أن عندنا ذكرا من الأولين ഞങ്ങളുടെ പക്കൽ പൂർവീകരിൽ നിന്നുള്ള എന്തെങ്കിലും വേദപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ لكنا عباد الله المخلصين ഞങ്ങൾ അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരാകുമായിരുന്നേനെ. فكفروا به فسوف يعلمون എന്നിട്ട് ഈ വേദഗ്രന്ഥത്തെ അവർ നിഷേധിച്ചു. അതിനാൽ പിന്നീട് അവർക്ക് അറിയാറാകും.
وَلَقَدْ سَبَقَتْ كَلِمَتُنَا لِعِبَادِنَا الْمُرْسَلِينَ തീർച്ചയായും മുർസലുകളായ നമ്മുടെ അടിമകളെക്കുറിച്ച് നമ്മുടെ വാക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. إِنَّهُمْ لَهُمُ الْمَنصُورُونَ وَإِنَّ جُندَنَا لَهُمُ الْغَالِبُونَ തീർച്ചയായും അവർ തന്നെയാണ് സഹായം നൽകപ്പെടുന്നവർ എന്നും തീർച്ചയായും നമ്മുടെ സൈന്യം തന്നെയാണ് വിജയികളെന്നും. فَتَوَلَّ عَنْهُمْ حَتَّى حِينٍ അതിനാൽ ഒരു സമയം വരെ താങ്കൾ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക. وَأَبْصِرْهُمْ فَسَوْفَ يُبْصِرُونَ താങ്കൾ അവരെ വീക്ഷിക്കുക, എന്ത് സംഭവിക്കുമെന്ന് അവർ അടുത്ത് കണ്ടറിയുന്നതാണ്. أَفَبِعَذَابِنَا يَسْتَعْجِلُونَ എന്നിരിക്കെ നമ്മുടെ ശിക്ഷയുടെ കാര്യത്തിലാണോ അവർ ധൃതി കാണിക്കുന്നത്? فَإِذَا نَزَلَ بِسَاحَتِهِمْ فَسَاءَ صَبَاحُ الْمُنذَرِينَ എന്നാൽ അതവരുടെ മുറ്റത്ത് വന്നിറങ്ങിയാൽ അപ്പോൾ ആ താക്കീത് നൽകപ്പെട്ടവരുടെ ദിവസം എത്രയോ ചീത്തയായിരിക്കുന്നതാണ്. وَتَوَلَّ عَنْهُمْ حَتَّى حِينٍ അതിനാൽ ഒരു സമയം വരെ താങ്കൾ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക. وَأَبْصِرْ فَسَوْفَ يُبْصِرُونَ താങ്കൾ വീക്ഷിക്കുക, അവർ അടുത്ത് കണ്ടറിയുന്നതാണ്. سُبْحَانَ رَبِّكَ رَبِّ الْعِزَّةِ عَمَّا يَصِفُونَ പ്രതാപശാലിയായ താങ്കളുടെ റബ്ബ് അവർ വർണ്ണിക്കുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനാണ്. وَسَلَامٌ عَلَى الْمُرْسَلِينَ മുർസലുകൾക്ക് രക്ഷയുണ്ടാകട്ടെ. وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും.